സർ കെ ബി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിവാദം വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ CPM-നകത്തോ സംസ്ഥാന സർക്കാരിനകത്തോ ഇതൊരു വലിയ ചർച്ചയാകുന്നുണ്ടോ, അല്ലെങ്കിൽ പുകയുന്ന ഒരു വിഷയമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. നിലവിൽ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെതിരെ സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത്. ഇതുവരെ വേണ്ടപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് കൃത്യമായ ഒരു ഉത്തരം പുറത്തു വന്നിട്ടില്ല. ഇത് ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് തീർത്തും അദ്ദേഹത്തിന്റെ സ്വകാര്യപരമായ ഒരു വിഷയം മാത്രമല്ല, മന്ത്രിപദത്തിലിരിക്കുന്ന ഒരാളിൽ നിന്നുണ്ടായിരിക്കുന്ന വലിയൊരു വിവാദമാണ്. സംസ്ഥാനത്തൊട്ടാകെ രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം പൊതുപ്രവർത്തനം നടത്തുന്ന മറ്റൊരാളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി വലിയ ചർച്ചയാകുന്നു. എങ്ങനെ വിലയിരുത്തും? ഗണേഷ് കുമാറിന്റെ വിഷയം ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ല എന്ന് എല്ലാവർക്കും അറിയാം. 2019 ഇതേമാതിരി മന്ത്രിയായിരിക്കുമ്പോൾ തന്നെയാണ് ഇതേ ഗണേഷ് കുമാറിന് ഇതേ തരത്തിലുള്ള ഒരു പീഡന പരാതി അന്ന് ഉണ്ടായത്. ഇതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പീഡന പരാതി തന്നെയാണ് ഇപ്പോഴും വീണ്ടും ഉണ്ടായിരിക്കുന്നത്. അന്നത്തെ ആ സംഭവം നടക്കുമ്പോൾ പലവരും അറിയാത്ത നടന്ന ഒരു സംഭവമുണ്ട്. അതായത് അന്ന് ആ സമയത്ത് ഗണേഷ് കുമാറിന്റെ ഒരു സ്റ്റാഫിനെ വെച്ച് ഗണേഷ് കുമാറിന്റെ അന്നത്തെ ഭാര്യയായ ഡോക്ടർ യാമിനി തങ്കച്ചി ഗണേഷ് കുമാറിനെ അടിച്ച് മുഖമൊക്കെ വേർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഗണേഷ് കുമാറിന്റെ ഒരു ശിങ്കിടി എന്നാണ് ഞാൻ പറയുള്ളൂ. ആ ശിങ്കിടി അന്ന് പത്രക്കാരോട് പറയുന്ന സീൻ ഇന്നും വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ കിട്ടും. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കണം, സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് 100% ഈ പറയുന്ന ഗണേഷ് കുമാറിന്റെ ആ സ്റ്റാഫിനും അറിയാം, ഗണേഷ് കുമാറിനും അറിയാം, ഈ ഡോക്ടറായ ഭാര്യയ്ക്കും അറിയാം. അന്ന് ഒരു കാര്യം ഉറപ്പായിരുന്നു, ഗണേഷ് കുമാറിന്റെ മുഖവും കണ്ണും കവിളുമൊക്കെ ചവിട്ടുകൊണ്ട് വീർത്തുകൊണ്ട് TV-യുടെ മുന്നിൽ വന്ന് കരയുന്ന ഗണേഷ് കുമാറിനെ നമ്മൾ കണ്ടു. ആ ചവിട്ടും ആ കിട്ടിയ പരിക്കും മുഴുവൻ ഭാമിനി ചെയ്തു, അതായത് നിലവിലെ ഭാര്യ ചെയ്തു എന്നാണ് ഗണേഷ് കുമാർ അന്ന് പറയാൻ ശ്രമിച്ചത്. എന്നിട്ട് അത് പറഞ്ഞിട്ട് കാര്യമുണ്ടായില്ല, രമേഷ് കുമാറിന് തന്നെ രാജിവെക്കേണ്ടി വന്നു. അപ്പൊ ആ നുണ ഫലിച്ചില്ല. അപ്പൊ അവിടുത്തെ ഒരു ചോദ്യം, അന്ന് ആ ഗണേഷ് കുമാറിന് ആ മുഖത്ത് കിട്ടിയ ചവിട്ട് ആരുടെ ആയിരുന്നു? എന്തുകൊണ്ട് മാധ്യമങ്ങൾ അത് പുറത്ത് കാണിച്ചില്ല എന്നാണ് എന്റെ ചോദ്യം. ഈ ഗണേഷ് കുമാർ അന്നും ഈ ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ മാധ്യമങ്ങൾ, അങ്ങനെ തന്നെ ഞാൻ പറയും, ഈ മാധ്യമങ്ങൾ അത് ഒളിച്ചു വെക്കാൻ കൂട്ടുനിന്നു. അന്ന് ഗണേഷ് കുമാറിന്റെ മുഖത്ത് ആ ചവിട്ട്, അതും നല്ല കനമുള്ള ഷൂ ഇട്ടിട്ടാണ് ആ ചവിട്ട് കിട്ടിയിരിക്കുന്നത്. ആ ഷൂ ചവിട്ട് മുഖത്ത് ഇങ്ങനെ 3ഉം 4ഉം 5ഉം ചവിട്ട് മുഖത്ത് ഇങ്ങനെ ചവിട്ടുമ്പോൾ ആ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന അത് കണ്ട ഇവിടുത്തെ പത്രക്കാരുണ്ട്. അത് മുഴുവൻ അപ്പുറത്ത് ഇത് സ്വന്തം ഭാര്യയും കണ്ടുവന്നു. കാരണം ഇത് വലിയ പ്രശ്നമായി. മന്ത്രിയുടെ ഓഫീസിൽ കയറിയിട്ടാണ് മന്ത്രിക്ക് ഈ ചവിട്ട് കിട്ടുന്നത്. അയാളുടെ കാലിൽ വീണ സമയത്താണ് ഈ ചവിട്ട് മുഴുവൻ ഗണേഷ് കുമാറിന് കിട്ടിയത്. എന്നിട്ട് ഇത് ഭാര്യ ചെയ്തു. ഭാര്യയ്ക്കൊന്നും അത്ര ചവിട്ടാനുള്ള കെൽപ്പുമില്ല, അങ്ങനെ ചവിട്ടാനായിട്ട് പറ്റൂല. ബുദ്ധിയുള്ള ആർക്കും ആലോചിക്കാം. എന്നിട്ടും ഗണേഷ് കുമാർ അന്ന് നുണ പറഞ്ഞു. അത് നുണയാക്കാൻ വേണ്ടി ഒരു 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 ബഫൂണായ ഒരു ശിങ്കിടി അന്ന് പത്രസമ്മേളനം നടത്തുകയും ചെയ്തു. ആ ശിങ്കിടിയൊക്കെ ഇപ്പൊ എവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എന്റെ ചോദ്യം അതല്ല, ആ ചവിട്ടിയ ആളെ ഇപ്പോൾ ഈ പത്രക്കാരെ പുറത്ത് കാണിക്കില്ല. അന്നത്തെ ഭരണകൂടം അത് ഒളിച്ചു വെക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. പക്ഷേ യഥാർത്ഥ പീഡന പരാതി വന്നപ്പോൾ ആ അന്നത്തെ മന്ത്രിസഭയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, ഗണേഷ് കുമാറിനെ സേവ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അന്ന് ആ സംഭവം വന്നപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു അന്ന് ആ ഗണേഷ് കുമാറിനെ അവിടെ നിന്ന് ഇറക്കാനുള്ള സകല പണിക്കും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത്. VS അച്യുതാനന്ദനുമുണ്ട്. അങ്ങനെ ഗതിയില്ലാതെ അന്ന് ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെച്ച് പോയി. പിന്നീട് ഇത് കണ്ടില്ലേ,
കഥ നേരെ റിവേഴ്സ് ആയിട്ട് അതേ മുഖ്യമന്ത്രി ഇന്ന് കുടുങ്ങിക്കിടക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മകളോട് ഇതേ ഇപ്പോഴത്തെ ഭാര്യ എല്ലാ കഥകളും ഈ 2-3 ദിവസമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ പല മീഡിയകളിൽ നിന്നും മനസ്സിലാക്കിയത്. അതായത് നിലവിൽ ആ സ്ത്രീ അനുഭവിച്ച പീഡന സംഭവങ്ങൾ മുഴുവൻ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ മകളോട്, അതൊരു സ്ത്രീയായ സ്ഥിതിക്ക്, ഒരു മുഖ്യമന്ത്രിയുടെ മകളായ സ്ഥിതിക്ക് ആ ഇപ്പോഴത്തെ നിലവിലെ ഭാര്യ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ശ്രീലേഖ IPS പഴയ DGP, അത് ഈ സ്ത്രീയുടെ, അതായത് ഈ നിലവിലെ ഭാര്യയുടെ ആങ്ങളുടെ ഭാര്യയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവരോടും ഇതേ കംപ്ലൈന്റുകൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത് വലിയൊരു പീഡന പരാതിയായി നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് പോലീസ് കണ്ണു ചീമ്പുന്നു? ഇതന്നെ അന്നത്തെയും ചോദ്യം. ആ പോലീസ് കണ്ണു ചീമ്പി എന്ന് പറഞ്ഞിട്ട് അന്ന് ചവിട്ട് കിട്ടിയ, ആ ഷൂ ഇട്ട് ചവിട്ട് കിട്ടിയ ആളുടെ പേര് ഇന്നേ വരെ പുറത്തു വന്നിട്ടില്ല, അതിന് പുറത്ത് പറയുകയുമില്ല. ഇന്നെന്തായാലും അങ്ങനത്തെ ചവിട്ടൊന്നും വേണ്ടിട്ടില്ല. വളരെ ശക്തമായ ഒരു പീഡന പരാതി തന്നെയാണ് ഇപ്പോഴത്തെ നിലവിലെ ഭാര്യ പേടിച്ചുകൊണ്ട് പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് മാത്രം മതി ഒരു കേസ് എടുത്ത് അതിനുള്ള മുന്നോട്ട് പോകാൻ. പക്ഷെ എന്താണോ ഭരണകൂടം അത് വെച്ച് താമസിപ്പിക്കുന്നത് മനസ്സിലായില്ല. മുഖ്യമന്ത്രിയുടെ മകൾ പോലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഇൻവോൾവ് ആണ്, കഥകൾ മുഴുവൻ അറിയാം. ഞാൻ ചോദിക്കുന്നത്, എന്താണ് കേരളത്തിൽ പറ്റിയത്? ഈ പെണ്ണ് പിടിയന്മാരും പീഡന വീരന്മാരെയും ജയിപ്പിക്കുക. കണ്ടില്ലേ, ഇദ്ദേഹം അന്ന് എന്താണ് മാങ്ങാക്കൊട്ട, രാഹുൽ മാങ്ങാക്കൊട്ട ഇതേമാതിരി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, സകല സ്ത്രീകളെയും പീഡിപ്പിച്ച്, ഇല്ലാത്ത കഥകള് അതൊക്കെ പരസ്പരം അറിഞ്ഞുകൊണ്ടാണ്, സ്നേഹിച്ചിട്ടാണെന്ന് പറയുന്നു. എന്നിട്ട് പീഡനം പല വലിയ രൂപത്തിലാകുന്നു. എന്തായാലും സ്വാതന്ത്ര്യ സമരം ചെയ്തിട്ടല്ലല്ലോ ജയിലിൽ പോയി കിടന്നത്, ആണോ? 10-15 ദിവസം ഈ പീഡന പരാതിയുടെ മുകളിലാണല്ലോ ആ MLA പോയി കിടന്നത്. ഒരക്ഷരം ഉണ്ടാകാതെ നടന്നു. അയാള് ആ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ഈ മന്ത്രി ഈ ഗണേശൻ എന്തൊക്കെ അയാളെ പറഞ്ഞു. ആ കോൺഗ്രസ് പാർട്ടീനെ പച്ചത്തെറി പറഞ്ഞു. എന്തേ നിങ്ങൾ അയാളെ വെച്ചിരിക്കുന്നത്, അയാളെ MLA സ്ഥാനത്ത് ഇറക്കി വിട്, സകലതും പറഞ്ഞു. ഇപ്പതാ അദ്ദേഹത്തിന്റെ ഒരു വിഷയം പുറത്തു വരുമ്പോ ആ മാങ്ങാക്കൂട്ടം ഇപ്പോ ഇന്നലെ മുതല് പത്തി വിടർത്തി സോഷ്യൽ മീഡിയയിൽ പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു നോക്കുകയാണ്, എന്ത് പറ്റി കേരളത്തില്, എന്ത് പറ്റി പത്തനാപുരത്തെ ജനങ്ങൾക്ക്, എന്ത് പറ്റി പാലക്കാട്ടെ ജനങ്ങൾക്ക്? എന്താണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ, നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളിൽ ഇടപെടാൻ. അല്ലാതെ ഇങ്ങനത്തെ പെണ്ണ് പിടിച്ച് നടക്കുന്നവന്മാരാണോ നിങ്ങളുടെ MLAയും മന്ത്രിയും ഒക്കെ ആവേണ്ടത്? എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? അപ്പോ ഇത് വലിയൊരു ഭാവിയില്, അല്ലെങ്കിൽ ജനം തീരുമാനിക്കുക ഇങ്ങനത്തെ പീഡന വീരന്മാരും ഇങ്ങനത്തെ എന്താണ് ഭയങ്കര സംഭവങ്ങളും കഥകളും ഉണ്ടാക്കുന്ന, എന്താണ് ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ ദിവസവും പുറത്തിറക്കുന്ന ഇത്തരം നേതാക്കൾ മതി ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ, ഞങ്ങളുടെ നേതാവ്. അതാണോ ജനങ്ങളുടെ തീരുമാനം? അപ്പോ ഒരുത്തന്റെ പീഡന കഥ വരുമ്പോ മറ്റേ പീഡന വീരൻ രംഗത്ത് വരുന്നു, എന്നിട്ട് സമൂഹത്തിൽ നിന്ന് പ്രസംഗിക്കുന്നു. ഇന്നലെ രാഹുൽ മാങ്കൂട്ടം ഒരു കള്ളക്കുറിയൊക്കെ ഇട്ടിട്ട് ഇന്നലെ ഇറങ്ങിയിരിക്കുന്നത്. ഇതുവരെ ഒരു വേദിയിലും കുറിയിട്ട് അദ്ദേഹം വന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ ഉള്ള ഈ ഗണേശനെ പറയാൻ വരുന്ന ആ വേദിയില് നല്ലൊരു ചുവന്ന കുറിയൊക്കെ ഇട്ടിട്ടാ വന്നിരിക്കുന്നത്. ഇനി ഹിന്ദുക്കളേനെ മൊത്തത്തിൽ ഇങ്ങോട്ട് വിഴുങ്ങാം എന്നുള്ള ഒരു സ്വപ്നം കൂടി കണക്കാക്കി, എന്താ മനസ്സിലായില്ല. ഇതുവരെ ഒരു പത്രസമ്മേളനത്തിലും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പഴയ ഇതൊക്കെ എടുത്തു നോക്കില്ല, എവിടെയും ഞാൻ ഒരു കുറി കണ്ടിട്ടില്ല. അപ്പൊ ഇത്രയും ഫ്രോഡായിട്ടുള്ള ഇവന്മാര്, ഗണേശനായാലും വേണ്ടില്ല, രാഹുലായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, ഇവന്മാരൊക്കെ എന്തിനാണ് ഈ ജനങ്ങളുടെ മുന്നിൽ ഈ പച്ച നുണയും സ്വന്തം വ്യക്തിത്വത്തിന് യാതൊരു വിലയുമില്ലാത്ത ഈ ചീപ്പായിട്ടുള്ള ആൾക്കാരെ എന്തിനാണ് ജനങ്ങളെ നിങ്ങൾ വോട്ട് കൊടുത്ത് വീണ്ടും വീണ്ടും ജയിപ്പിക്കുന്നത്? എന്നിട്ട് എന്താണ് PR വർക്ക് നടത്തിയിട്ട് റൈറ്റിങ്ങും മറ്റേ വ്യൂസും കൂട്ടിയിട്ട് ജനങ്ങളെ കബളിച്ച് കാണിക്കുക. ഇവിടെ സിനിമ റിലീസ്, ഒന്നിനും കൊള്ളാത്ത സിനിമ പോലും ഇവിടെ ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര ക്രൗഡഡ് ആയിട്ട് കാണിക്കും. എങ്ങനെയാണ് സിനിമാ തിയേറ്ററിൽ ആളെ ഉണ്ടാക്കുന്നത്? അപ്പൊ ഇത് കണ്ടിട്ട് പിന്നത്തെ ആഴ്ച ജനങ്ങൾ കാണാൻ ചെല്ലും.
കാണുമ്പോഴല്ല സിനിമയുടെ കോല അറിയുള്ളൂ. അതേമാതിരി തന്നെയാണ് ഈ രാഷ്ട്രീയക്കാരൻ. ഈ ഗണേശന്റെ കാര്യത്തിലേക്ക് വരുമ്പോ സ്വന്തം പെങ്ങള് ഇന്നലെ പറയുന്നുണ്ട്, പെങ്ങളായിട്ട് എന്നോ അടിയാണ്. നമ്മുടെ സിനിമാ നടി ശ്രീവിദ്യ കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം കഴിച്ചു, അത് അപ്പൊ തന്നെ ഒഴിവായി തോന്നുന്നു. പിന്നീട് അവരുടെ ലൈഫിലെ ഇൻകം മുഴുവൻ ട്രസ്റ്റ് ഉണ്ടാക്കി അത് മുഴുവൻ കയ്യാളി നടന്നിരുന്നത് ഈ ഗണേഷ് കുമാറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതെവിടെ പോയി? ആ പൈസ എവിടെ പോയി? സ്വന്തം വീട്ടിൽ സ്വന്തം പെങ്ങളേനെ ഇനി എന്തൊക്കെ തരത്തിൽ ദ്രോഹിക്കാൻ പറ്റുമോ അത് മുഴുവൻ ആ പെങ്ങൾ നിലക്കെ ചാനലിൽ എന്ന് പറയുന്നത്. ഇതൊക്കെ ജനം കാണുക. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരാണോ നമ്മുടെ സമൂഹത്തിന്റെ മാതൃകാ പുരുഷന്മാരായി രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്താൻ മുന്നോട്ട് വരേണ്ടത്? അവരെയാണോ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്? ജനങ്ങൾ ചിന്തിക്കൂ, ഇനി ഇത്തരം ആൾക്കാരെ ഒഴിവാക്കൂ. ഈ പറയുന്ന ഗണേശൻ 2019 ഇതേ വിഷയം ഉണ്ടായി ഔട്ടായതാണ്. നിങ്ങൾ തന്നെ 10 കൊല്ലായി കൊണ്ടു നടന്നു, വീണ്ടും അതേ വിഷയം വന്നിരിക്കുന്നു. അന്ന് ഇവൻ രാജിവെക്കാൻ വേണ്ടി പ്രസിഡന്റ് ആക്കിയ മുഖ്യമന്ത്രി ഇന്ന് എന്റെ അമാന്തിക്കുന്നത്? അത് സ്വന്തം മകളെ എല്ലാ കഥകളും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. വേഗം വലിച്ചെറിയൂ മന്ത്രിസഭയിലെടുത്തത്. അതാണ് ഉറച്ച തീരുമാനം വേഗത്തിൽ വരേണ്ടത്. എന്തായാലും കെ ബി ഗണേഷ് കുമാറിനെതിരായ വിവാദം കൂടുതൽ ചർച്ചകളിലേക്ക് വഴിവെക്കുകയാണ്. ഗണേഷ് കുമാറിനെതിരെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയാലും സംസ്ഥാന സർക്കാരായാലും ഒരു നടപടിയെടുക്കുന്നില്ല എന്നതൊരു വലിയ ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു. ഗണേഷ് കുമാറിനെതിരെ മുൻ ഭാര്യയായാലും നിലവിലെ ഭാര്യയായാലും സഹോദരിയായാലും വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. വിഷയം കൂടുതൽ വഷളാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.